ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏത് വ്യക്തിക്കും ഓരോ പ്രായത്തിനും അതിൻ്റേതായ സവിശേഷതയുണ്ട്. ഇപ്പം നമ്മൾ പ്രകൃതിയാൽ നോക്കുവാണെങ്കിൽ ഓരോ പ്രായത്തിലുള്ളവർക്കും ഓരോ റോളുകളാണ്. എന്നുവെച്ചാൽ ഓരോ 10 വർഷം കൂടുമ്പോൾ ഓരോ സ്റ്റേജ് മാറി മാറി വരികയാണ്. ഓരോ 10 വർഷം കൂടുമ്പോഴും പ്രകടമായ മാറ്റം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്നുണ്ട്. ശരീരത്തെ സംബന്ധിച്ച് അവയവങ്ങളുടെ വളർച്ചയ്ക്ക് മാറ്റം വരുന്നു, രൂപത്തിന് മാറ്റം വരുന്നു. അതുപോലെ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മാറ്റമുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ ഏത് കാര്യത്തിനോടും ഒരു മനോഭാവം ഉണ്ടല്ലോ, അതിന് മാറ്റം വരുന്നുണ്ട് ഓരോ 10 വർഷം കൂടുമ്പോൾ. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും സുന്ദരിയായിട്ട് തോന്നുന്ന പ്രായം ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ആകർഷണമായിട്ട് തോന്നുന്ന പ്രായം ഏതാണ്, നമുക്കൊന്ന് നോക്കിയാലോ. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാവുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സൗന്ദര്യം എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ളതുണ്ടല്ലോ. ഇപ്പോൾ ഓരോ സ്റ്റേജിനും അവരുടേതായ ആകർഷണമുണ്ട്. എന്ന് വെച്ചാൽ 1 മുതൽ 10 വരെയുള്ള സ്റ്റേജിൻ്റെ സൗന്ദര്യമല്ല 10 മുതൽ 20 വരെയുള്ളത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ ഓരോ സ്റ്റേജിനും അതിൻ്റേതായ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ നോക്കുന്നത് എല്ലാ രീതിയിലുമുള്ള ആകർഷണം തോന്നുന്ന സ്റ്റേജ് ഏതാണെന്നാണ്. അപ്പോൾ അങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു പക്വത വന്ന സ്റ്റേജ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 30നും 40നും ഇടയ്ക്കുള്ള സ്റ്റേജാണ് ഏറ്റവും ആകർഷണമുള്ളത്. ചിലരെ സംബന്ധിച്ച് ഇതിനകത്ത് ചെറിയൊരു വേരിയേഷനുണ്ട്. അതുപോലെ ഈ ശരീരം സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ച് ഈ 40 എന്നുള്ളത് കുറേ വർഷം മുന്നോട്ട് പോകും കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് പുറമേയുള്ള സൗന്ദര്യം മാത്രമല്ല, മെൻ്റൽ ബോഡിയുടെ മച്യൂരിറ്റിയും കൂടെ വരും. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ ആ വ്യക്തി കുറച്ചൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. എന്നുവെച്ചാൽ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ അവരുടേതായ തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇപ്പോൾ 20നും 30നും ഇടയ്ക്കുള്ള സ്റ്റേജ് ഉണ്ടല്ലോ, ഫിസിക്കലി വളരെ ക്യൂട്ടാണ്, പക്ഷേ മെൻ്റലി അത്ര മച്യൂറല്ല. എന്നുവെച്ചാൽ എല്ലാ രീതിയിലുള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, അതിലേക്ക് വരുന്നതേ ഉള്ളൂ. ചില ആൾക്കാരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തോന്നുന്ന ഒരാകർഷണം ഉണ്ടല്ലോ, അത് കുറച്ച് കഴിയുമ്പം തോന്നാറില്ല. അതിന് കാരണം ഇത് തന്നെയാണ്. നമ്മൾ വിചാരിച്ച പോലെ അവരുടെ മനസ്സിനത്ര സ്മാർട്ട്നെസ് ഇല്ല, ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ സാഹചര്യം കൊണ്ടായിരിക്കാം എന്തിനോടോ ആരോടോ തോന്നുന്ന വിധേയത്വം, അമിതമായ വിധേയത്വം അവരുടെ ആകർഷണത്തെ കുറയ്ക്കുന്നുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ 2 ബോഡിയുണ്ട് കേട്ടോ. ഫിസിക്കൽ ബോഡിയുണ്ട്, മെൻ്റൽ ബോഡിയുണ്ട്. ചില കാര്യത്തിൽ ഇത് രണ്ടുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. എന്നാൽ ചില കാര്യത്തിൽ ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല. അപ്പോൾ ഈ 2 ബോഡിയുടെയും ക്വാളിറ്റി ഏറ്റവും കൂടി നിൽക്കുന്ന സമയമാണ് ഈ 30നും 40നും ഇടയ്ക്കുള്ള സ്റ്റേജ്. എന്നാൽ ഈ സ്റ്റേജിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത്. പക്ഷേ അവരുടെ ഡിഫൻസ് മെക്കാനിസം അതുപോലെ ഹൈ ആണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പുഷ്ടിപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് പുരുഷന് ഇവരോടൊരു ആകർഷണമുണ്ട്. അതുപോലെ ഈ സൗന്ദര്യം എന്ന് പറയുന്നതേ എപ്പോഴും കാഴ്ചക്കാരൻ്റെ കണ്ണിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ 10 വർഷം കൂടുമ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ടെന്ന് എല്ലാ കാര്യത്തിലും. ഈ ഒരു സമയത്തെ എനർജി ലെവലിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എന്നുവെച്ചാൽ ലൈംഗിക ഊർജ്ജം ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. എന്നാൽ ഇതിനു മുമ്പുള്ള സ്റ്റേജുകളിലും ഈ ഊർജ്ജം ശക്തമായിട്ട് തന്നെയുണ്ട്, പക്ഷേ അവർക്ക് അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട്. എന്നുവെച്ചാൽ ഈ ഊർജ്ജത്തെ അവർക്ക് കൺവേർട്ട് ചെയ്ത് മറ്റു പല ഊർജ്ജങ്ങളാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസം, ജോലി, വിവാഹം, കുട്ടികൾ, കുടുംബം, ഇതിനൊക്കെ അടിത്തറയിടാൻ വേണ്ടി കുറേ ഊർജ്ജം വേണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങി വരുന്ന സ്റ്റേജാണ് ഈ 30-40 എന്ന് പറയുന്നത്. അത് സ്ത്രീക്കായാലും പുരുഷനായാലും അങ്ങനെ തന്നെയാണ്. എന്നുവെച്ചാൽ ഈ സമയത്ത് പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യണമെന്ന് ശക്തമായ ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഹോർമോണുകളും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേജാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഈസ്ട്രജൻ ഹോർമോൺ മാത്രമല്ല, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണും കൂടെ പ്രവർത്തിച്ചെങ്കിലേ ശക്തമായ ലൈംഗികത ഉണ്ടാകത്തുള്ളൂ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സൗഹൃദം ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. മനസ്സ് കുറച്ചുകൂടെ വിശാലമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തിനെ ഉൾക്കൊള്ളാനുള്ള ഒരു താല്പര്യമുണ്ട്. എന്നുവെച്ചാൽ കുറച്ചുകൂടെ സോഷ്യലാകാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. കുറച്ചൊക്കെ പക്വതയോടെ സംസാരിക്കുന്നു, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു. ഇതൊക്കെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കപ്പെടുന്നു. ഇപ്പോൾ ഒരാളോട് നമുക്കൊരു സൗഹൃദവും ഇഷ്ടമൊക്കെ തോന്നണമെങ്കിലേ അവരുടെ പെരുമാറ്റവും അങ്ങനെ ആയിരിക്കണം. ഈ ഒരു സമയത്താണ് നമ്മളിൽ ഏത് ഊർജ്ജമാണ് കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് ലൈംഗിക ഊർജ്ജം കൂടുതലായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അതുള്ള ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ആത്മീയ ഊർജ്ജം കൂടുതലുള്ള ഒരാളെ സംബന്ധിച്ച് അതുള്ള ഒരാൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. എന്നുവെച്ചാൽ ബോഡി ലാംഗ്വേജിൽ കൂടിയും സംസാര രീതിയിൽ കൂടിയും അവരറിയാതെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഈ ഒരു സ്റ്റേജ് വളരെ പ്രധാനമാണ്.
കാരണം ഇത് കഴിഞ്ഞു വരുന്ന സ്റ്റേജുകളിൽ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയാനുള്ളൊരു ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസൊക്കെ ഈ സ്റ്റേജിലുണ്ടെന്ന് പുരുഷ മനസ്സിനറിയാം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിലുള്ളവരോട് പുരുഷൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് കുറച്ച് വ്യത്യസ്തമാണ്. പുരുഷൻ കൂടുതലായിട്ടും അവരോട് അടുക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിലുള്ളവരോട് പുരുഷന്മാർക്ക് പൊതുവേ ഒരു സംശയമുണ്ട്. അതുപോലെ നേരത്തെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ സമയത്ത് അവർ ചെയ്ത് നോക്കാറുണ്ട്. തന്നെയല്ല, കൂടുതലായിട്ടത് ആസ്വദിക്കാറുമുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മുടെ മനസ്സിന് വരുന്ന മാറ്റം ഉണ്ടല്ലോ, അതാ അതിന് കാരണം. ഇപ്പോൾ നമുക്ക് നേരത്തെ ഇഷ്ടമില്ലാത്ത ഒരാളിനോട് കുറേ നാൾ കഴിയുമ്പം നമുക്ക് വളരെ ഇഷ്ടം തോന്നാം. അതുപോലെ പുരുഷനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനോടകം. അതുകൊണ്ട് തന്നെ എങ്ങനെ അവരോട് പെരുമാറണമെന്ന് നന്നായിട്ടറിയാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഓരോ വ്യക്തിയുടെയും സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.